പക്ഷെ അവർ അവിടെയില്ല. വീണ്ടും മുന്നോട്ടു പോകാൻ എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ പതിയെ റോഡിന്റെ ഭാഗത്തേക്ക് നോക്കി. ആരും പോകുന്നില്ല. സൂര്യൻ ഉദിച്ച് ശക്തിയാർജിച്ചു വരുന്നതേയുള്ളൂ. ഞാൻ നെഞ്ചിടിപ്പോടെ ആ പുല്ലുകൾ പടർന്നു പിടിച്ച പറമ്പിലേക്ക് മെല്ലെ നടന്നു. അവിടെയും ഇവിടെയും മുള്ളൻ പന്നിയുടെ മുള്ളുകൾ ഇളകി വീണ് കിടപ്പുണ്ട്. പക്ഷേ ആ സ്ത്രീ എവിടെ? ആരാണത്? പെട്ടെന്ന് എന്റെ പിറകിലൂടെ ആരോ നടക്കുന്നതായി ശബ്ദം കേൾക്കുന്നു. പേടിച്ച് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എനിക്ക് ആ പൂവിന്റെ മണം വീണ്ടും അറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ നിൽക്കുന്നിടത്തെ കശുമാവിൻ മുകളിൽ നിന്ന് ഇലകൾ ഇളകി താഴെ വീഴുന്നു. നോക്കുമ്പോൾ ദേ വേണുവേട്ടൻ. ഡാ, നിനക്കെന്താടാ? നീ ഒന്നും പറയാതെ അവിടുന്ന് പോയിട്ട് നിന്നെ വിളിക്കാൻ വന്നതാ ഞാൻ. കിതച്ചുകൊണ്ട് കണ്ണു തുടച്ച് ഞാൻ ചുറ്റും നോക്കി. എന്റെ മുറി അതേ നേരത്തെ വന്നു കിടന്നപ്പോൾ മയങ്ങിപ്പോയിരിക്കുന്നു. ഉച്ചയായിരിക്കുന്നു. വാ, ബോഡി എടുക്കാനായി. ഉച്ച 2 മണിക്ക് എടുക്കും. നോക്കുമ്പോൾ 1 മണി ആയി വരുന്നു. അയാൾക്ക് എന്റെ ഞെട്ടൽ കണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും അയാൾ ചിരിച്ചില്ല. ഞാൻ മെല്ലെ അകത്തുപോയി മുഖമൊക്കെ കഴുകി ഷർട്ടുമിട്ട് മുറ്റത്തേക്ക് വരുമ്പോൾ വേണു ഏട്ടൻ അമ്മയോട് ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ കഥ പറഞ്ഞു ചിരിക്കുകയാണ്. നമ്മൾ മെല്ലെ വീട്ടിൽ നിന്ന് മരണ വീട്ടിലേക്ക് നടന്നു. പോകും വഴി വീണ്ടും ഞാൻ ആ കാടിന്റെ അടുത്ത് എത്താനായിരിക്കുന്നു. മുൻപിൽ നടക്കുന്ന വേണു ഏട്ടൻ അപ്പോ പറയുന്നുണ്ട്, കൃഷ്ണേട്ടന്റെ സ്കൂളിലെ കുട്ടികളൊന്നും വന്നിട്ടില്ല. അവിടെ ഇന്ന് പരീക്ഷയല്ലേ? അയാൾ ആണയിൽ വിരമിച്ചിട്ട് 1 വർഷവും ആവുന്നല്ലേ? പെട്ടെന്ന് ആ കാടിന് മുൻപിലെത്തുമ്പോഴാണ് ഞാൻ ഓടിപ്പോയി വേണു ഏട്ടന്റെ കൈ പിടിക്കുന്നത്. വേണു ഏട്ട, കൃഷ്ണേട്ടൻ പഠിപ്പിച്ച സ്കൂളിലെ യൂണിഫോമിന്റെ നിറം നീല പാവാടയും വെള്ള ഷർട്ടുമല്ലേ? ഞാൻ ഞെട്ടലോടെ ആ പറമ്പിൽ നോക്കി. വേണു ഏട്ടൻ, എന്താടാ? കൃഷ്ണേട്ട, ആ സ്കൂളിലെ ഒരു കുട്ടി ഈ കാട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അത് കേട്ടതും അയാൾ അങ്ങോട്ട് നോക്കി. നോക്കുമ്പോൾ ആ കാട്ടിൽ നിന്ന് പക്ഷികൾ ഉയർന്നു പറക്കുന്നു. കാക്കകൾ കൂട്ടം കൂടി കരയുന്നു. പെട്ടെന്ന് ആരോ ഉറക്കെ ആ കാട്ടിൽ നിന്ന് ഉറക്കിച്ചിരിക്കുന്നു. കാക്കകൾ മുഴുവൻ ഉയരെ പറന്നുയർന്നു. നിങ്ങൾ കേട്ടോ ആ സ്ത്രീയുടെ കരച്ചിൽ? വേണു ഏട്ടൻ എന്നെ നോക്കി. ഈ കഥയുടെ തുടർഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.